ശ്വേതാ മേനോനും ബാബുരാജും തമ്മിലുള്ള തർക്കങ്ങൾ, അവിശ്വാസ പ്രമേയം, രാജി, ഇപ്പോഴത്തെ സീനത്തിന്റെ തുറന്ന വിമർശനം. ഒടുവിൽ മമ്മൂട്ടിയോടും മോഹൻലാലിനോടും വരെ മൗനം വെടിയോ എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ. പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, താരസംഘടനയായ അമ്മയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഒരു സംഘടനയെ തകർക്കാൻ പുറത്തുനിന്നുള്ള ശത്രുക്കൾ വേണ്ട, അകത്തുള്ള അഭിപ്രായ ഭിന്നതകൾ മാത്രം മതി എന്ന് തെളിയിക്കുന്നതാണ് ഇക്കാര്യങ്ങൾ അത്രയും. മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മയെക്കുറിച്ച് കേൾക്കുമ്പോൾ പലർക്കും ഇതുതന്നെയാണ് ഇപ്പോൾ തോന്നുന്നതല്ലേ? കാരണം സിനിമാ താരങ്ങളുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കുമായി രൂപീകരിച്ച സംഘടന ഇന്ന് വാർത്തകളിൽ നിറയുന്നത് വിവാദങ്ങളുടെ പേരിലാണ്. ഏറ്റവും ഒടുവിലിതാ നടി സീനത്ത് നടത്തിയ തുറന്ന പ്രതികരണമാണ് വലിയ ചർച്ചയായിരിക്കുന്നത്. കാരണം സിനിമാ താരങ്ങളുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കുമായി രൂപീകരിച്ച സംഘടന ഇന്ന് വാർത്തകളിൽ നിറയുന്നത് വിവാദങ്ങളുടെ പേരിലാണ്. ഏറ്റവും ഒടുവിലിതാ നടി സീനത്ത് നടത്തിയ തുറന്ന പ്രതികരണമാണ് വലിയ ചർച്ചയായിരിക്കുന്നത്. സ്ത്രീകൾ സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചവരിൽ ഒരാളായിരുന്നു താനെന്ന് സീനത്ത് പറയുന്നു. വർഷങ്ങളായി പലരും ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു അത്. ഒടുവിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 17 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 8 സ്ത്രീകൾ എത്തി. അതിൽ 4 പേർ പ്രധാന നേതൃസ്ഥാനങ്ങളിലും എത്തി. പലർക്കും അത് അഭിമാന നിമിഷമായിരുന്നു. പക്ഷേ പിന്നീട് സംഭവിച്ചതാണ് നിരാശപ്പെടുത്തുന്നതെന്ന് സീനത്ത് പറയുന്നത്. ഒരു കാലത്ത് അമ്മയുടെ പ്രസിഡന്റായി മത്സരിക്കാൻ ഒരുങ്ങിയ ജഗദീഷ് സ്ത്രീകൾക്ക് അവസരം ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് പിന്മാറി. അതേ സംഘടനയിൽ ഇന്ന് സ്ത്രീ നേതൃത്വത്തെ ചൊല്ലി വലിയ വിവാദങ്ങൾ നടക്കുകയാണ്. വലിയ പ്രതീക്ഷയോടെയായിരുന്നു വനിതാ നേതൃത്വം സംഘടനയിൽ എത്തിയത്. എന്നാൽ പിന്നീട് കാര്യങ്ങൾ പ്രതീക്ഷിച്ച വഴിയായില്ലെന്നാണ് സീനത്തിന്റെ വിമർശനം. പ്രസിഡന്റായ ബാബുരാജും ജനറൽ സെക്രട്ടറിയായ ശ്വേതാ മേനോനും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ പലതവണ പുറത്തു വന്നു. ആർക്കാണ് കൂടുതൽ അധികാരമെന്ന ചർച്ചകൾ മുതൽ ഭരണപരമായ തീരുമാനങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വരെ വാർത്തകളിൽ നിറഞ്ഞു. ജനറൽ ബോഡി യോഗത്തിലും ഈ അസ്വാരസ്യങ്ങൾ പ്രതിഫലിച്ചു. വലിയൊരു വിഭാഗം അംഗങ്ങൾ അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ട് വന്നു. ഭരണസമിതിക്ക് വിശദീകരിക്കാൻ അവസരങ്ങൾ നൽകിയെങ്കിലും കണക്കുകളിലും ഭരണ നടപടികളിലും വ്യക്തത വരുത്താൻ കഴിയില്ലെന്നാണ് സീനത്തിന്റെ ആരോപണം. അതിനിടെയാണ് സീനത്ത് ശ്വേതാ മേനോനെ പിന്തുണച്ച് രംഗത്തെത്തിയത്. പുതിയ അഡ്ഹോക് കമ്മിറ്റിയുമായി സഹകരിക്കണമെന്നും എല്ലാ കണക്കുകളും സുതാര്യമാണെന്ന് തെളിയിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. അതേസമയം ശ്വേതയ്ക്ക് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സീനത്തിന്റെ ഏറ്റവും കടുത്ത വിമർശനം മറ്റൊന്നാണ്. സ്ത്രീകൾ നേതൃത്വം ലഭിച്ചപ്പോൾ വലിയ ആഘോഷമായിരുന്നു. പക്ഷേ ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ സ്ത്രീകൾക്ക് ഭരിക്കാൻ കഴിയില്ല എന്ന തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകുന്നുണ്ടോ എന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം സീനത്തിന്റെ കുറിപ്പിന്റെ അവസാനത്തിൽ അവർ പറഞ്ഞ ഒരു കാര്യമാണ് പലരെയും ചിന്തിപ്പിച്ചത്. അമ്മ എന്ന സംഘടനയെ വെറും താരങ്ങളുടെ ക്ലബായി മാത്രം കാണരുത് എന്നാണ് അവർ ഓർമ്മിപ്പിക്കുന്നത്. കാരണം സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞ നിരവധി മുതിർന്ന കലാകാരന്മാർക്ക് മാസം തോറും ലഭിക്കുന്ന സാമ്പത്തിക സഹായമുണ്ട്. അസുഖം വന്നാൽ ചികിത്സയ്ക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. ജീവിതത്തിന്റെ പ്രയാസകാലത്ത് ആശ്രമമായി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ സംഘടന നിലനിൽക്കേണ്ടത്. അതിനാൽ വ്യക്തിപരമായ തർക്കങ്ങളും അധികാര മത്സരങ്ങളും മാറ്റിവെച്ച് സംഘടനയെ സംരക്ഷിക്കണമെന്നാണ് സീനത്തിന്റെ ആവശ്യം. അതോടൊപ്പം മലയാള സിനിമയിലെ ഏറ്റവും സ്വാധീനമുള്ള 2 വ്യക്തികളായ മമ്മൂട്ടിയോടും മോഹൻലാലിനോടും അവർ ഒരു അഭ്യർത്ഥന നടത്തുന്നുണ്ട്. ദയവായി മൗനം വെടിയൂ, അമ്മയെ രക്ഷിക്കൂ എന്നാണ് ആ അഭ്യർത്ഥന. കാരണം ഈ സംഘടന രൂപീകരിക്കാൻ ഒരുപാട് കലാകാരന്മാരുടെ വർഷങ്ങളായുള്ള അധ്വാനവും സ്വപ്നങ്ങളും പിന്നിലുണ്ടെന്നാണ് സീനത്ത് ഓർമ്മിപ്പിക്കുന്നത്. ഈ വിവാദങ്ങൾക്കൊടുവിൽ അമ്മ വീണ്ടും പഴയ ഐക്യത്തിലേക്ക് തിരികെ വരുമോ, അതോ ആഭ്യന്തര തർക്കങ്ങൾ സംഘടനയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമോ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്.